അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +2 അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 1 ആണ്. അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ്. അതിൻ്റെ പാർട്ട് 1 ആണിത്. അപ്പോൾ നമുക്ക് ആദ്യം പാർട്ട്ണർഷിപ്പിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും നോക്കാം. The relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്. എന്ത് എഗ്രിമെൻ്റാണ്? അവരെ ഒരു ബിസിനസ്സിലത്തെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ കുറച്ച് ടേംസ് പഠിക്കാം. The persons who form the partnership are individually known as partners and collectively as firm. അതായത് പാർട്ട്ണർഷിപ്പിലത്തെ ഓരോ വ്യക്തികളെയും നമ്മൾ ഇൻഡിവിജ്വലി പറയുന്നത് എന്താണ്? പാർട്ട്നേഴ്സ് എന്നാണ്. അവരെ കൂട്ടമായി പറയുമ്പോൾ നമ്മൾ ഫേം എന്നും പറയും. നെയിം ബൈ വിച്ച് ബിസിനസ് ഇസ് ക്യാരിഡ് ഓൺ ഇസ് കോൾഡ് ഫേം നെയിം. അതായത് ഓരോ ബിസിനസ്സിനും ഓരോ പേരുകളുണ്ടെന്ന് നമുക്കറിയാം. ആ പേരിനെ പറയുന്നതാണ് ഫേം നെയിം എന്നുള്ളത്. നേച്ചർ അഥവാ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പേഴ്സൺസ്. ഇൻ ഓർഡർ ടു ഫോം എ പാർട്ട്ണർഷിപ്പ് there must be at least 2 persons. Maximum limit is 200. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ മിനിമം എത്ര ആളുകൾ വേണം? 2 വ്യക്തികളെങ്കിലും വേണം. അതാണ് ഇവിടെ പറയുന്നത്. മാക്സിമം ലിമിറ്റോ 200 ആണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത പോയിന്റ് എഗ്രിമെൻറ്റ്. ഇൻ ഓർഡർ ടു ഫോം എ പാർട്ട്ണർഷിപ്പ് there must be an agreement. The agreement may be oral or written. അതായത് നമുക്കറിയാം രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് വേണം? പാർട്ട്ണർഷിപ്പിന് എന്ത് വേണം? ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ആ എഗ്രിമെൻ്റ് ഓറൽ ആയിരിക്കാം, റിട്ടേൺ ആയിരിക്കാം. ഇനി ദ റിട്ടേൺ എഗ്രിമെൻറ്റ് ഇസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ എഗ്രിമെൻ്റ് വേണമെന്ന് പറഞ്ഞു. ആ എഗ്രിമെൻ്റ് ഓറലായിരിക്കാം, റിട്ടേണും ആയിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ എഗ്രിമെൻ്റ് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് അഥവാ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്യണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പോയിന്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. നമുക്കറിയാം പാർട്ട്ണർഷിപ്പിൽ ഓരോ വ്യക്തികളുടെയും ലയബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. അതാണ് ഈ പോയിന്റോട് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. The profit should be shared by the partners in agreed ratio. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ബിസിനസ്സിലത്തെ പ്രോഫിറ്റോ ലോസോ ആയിക്കോട്ടെ അവരൊരു എഗ്രീഡ് റേഷ്യോയിൽ വേണം ഷെയർ ചെയ്യാനായിട്ട്. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രീഡ് റേഷ്യോ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദർ ഇസ് നോ സ്പെസിഫിക് എഗ്രിമെൻറ്റ് പാർട്ട്നേഴ്സ് വിൽ ഷെയർ പ്രോഫിറ്റ്സ് ഓർ ലോസ് ഈക്വലി. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു പാർട്ട്നേഴ്സ് പ്രോഫിറ്റ്സ് ഒരു എഗ്രീഡ് റേഷ്യോ വെച്ചിട്ടാണ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ആ റേഷ്യോ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ വേണം പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യാനായിട്ട് പ്രോഫിറ്റ്സ്? അവരെ ഈക്വലി ആയിട്ട് വേണം പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് പറയുന്നത് പാർട്ട്നേഴ്സ് വിൽ ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഈക്വലി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാണ്. ഇനി അടുത്ത പോയിന്റ് ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്ത് ഈസ് ദി എസെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഈച്ച് പാർട്ട്ണർ ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടു വൺ അനദർ. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതിൽ ഓരോ പാർട്ട്ണറും മറ്റു പാർട്ട്ണറോട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് വേണം ബിഹേവ് ചെയ്യാനായിട്ട്. അതാണ് ഈ പോയിന്റ്. ഇതിനാണ് എന്താണ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ പേർപ്പസ് എന്നാണ് 3 പോയിന്റാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ടു ഹാവ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അതായത് ബിസിനസ്സിൽ നല്ലൊരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ടു അവോയ്ഡ് ഡിസ്പ്യൂട്ട്സ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിൽ വഴക്കുകളോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ടു റിമൈൻഡ് പാർട്ട്നേഴ്സ് ഓഫ് ദെയർ റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്. ഓരോ പാർട്ട്ണറിൻ്റെയും അവരുടെ അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്വവും ബാധ്യതകളും റിമൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കും. ഇതാണ് മെയിൻ പർപ്പസസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. പറഞ്ഞു പാർട്ട്ണർഷിപ്പിൽ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. എഗ്രിമെൻ്റ് പേർപ്പസസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി എന്താണ് ഈ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കുക? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് നെയിം ഓഫ് ദി ഫേം. അതായത് ഫേമിൻ്റെ പേര് ഉണ്ടായിരിക്കണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. ഓരോ പാർട്ട്ണറിൻ്റെയും പേരും അഡ്രസ്സും ഉണ്ടായിരിക്കണം. നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്.
ബിസിനസ് നടത്തുന്ന സ്ഥലവും അതിൻ്റെ നേച്ചറും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അതായത് പാർട്ട്ണർഷിപ്പ് എത്ര കാലത്തേക്കാണെന്നുള്ളത് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്ണറും ബിസിനസ് തുടങ്ങാനായിട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ടാകും. അത് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് എത്രയാണെന്നുള്ളത് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണിക്കണം. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്, പാർട്ട്നേഴ്സ് തമ്മിൽ പ്രോഫിറ്റ് ആൻഡ് ലോസസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, അതിൻ്റെ റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതും നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണിക്കണം. അപ്പോൾ മിനിമം ഇത്ര പോയിന്റ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം പ്രോഫിറ്റ് ആൻഡ് ലോസസ്. അത് പാർട്ട്നേഴ്സ് തമ്മിൽ നമ്മൾ പറഞ്ഞു ഇക്വിറ്റി റേഷ്യോയിലാണ് ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് അവിടെ ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഈക്വലി ആയിരിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യാനായിട്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൊടുക്കേണ്ടത് ആവശ്യമില്ല. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൊടുക്കണ്ട. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ നമ്മൾ 6% ലോണ് കൊടുക്കണം. അപ്പോൾ ഹൈലൈറ്റ് ചെയ്തതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ റൂൾസ് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.